You stay back. Hey, you! Do what I say. Damn it! അയ്യോ ഇച്ഛേ സലീമോ നിങ്ങൾ വരുന്നു യൂസഫൊക്കെ പറഞ്ഞിന്. എങ്ങനെയുണ്ട് നിന്റെ ഉമ്മക്കിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നോ? ഓ ഉമ്മക്കിപ്പോ സുഖാരിക്കണു. ഒക്കെ നിങ്ങൾ കാരണി കൊണ്ടാ. എന്റെ അല്ലടാ പടച്ചതമ്പുരാൻ. നിക്ക് രണ്ടാളും ഒരുപോലെയാ. എങ്ങളും പടച്ചതമ്പുരാനും. ഇങ്ങളെ രൂപത്തില് പടച്ചതമ്പുരാൻ വന്ന് സഹായിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ ഉമ്മച്ചി ഇപ്പോ. കുഞ്ഞാപ്പുട്ടി എവിടെ ഉണ്ട് ഇപ്പോ? കുഞ്ഞാപ്പുട്ടിക്ക ദാ അവിടെ എവിടെയോ മാറിയിരിക്കുന്നുണ്ട്. മുഹമ്മദ് ബാപ്പു, സൺ ഓഫ് ബാപ്പുട്ടി ഹാജി, എടവണ്ണ, കേരള. എടവണ്ണ എന്തായി ഇതില്ലേ? അത് മതി. ഇനി ലിസ്റ്റ് പ്രകാരം നോക്കിയിരിക്കാം. ഇന്ന് മോനെ ബാപ്പു, പടച്ചോന്റെ ഗർഭമുണ്ട് ഇന്റെ മോളെ നിക്കാതെ നടക്കുമ്പോ നീ ലീവിന് നാട്ടിൽ കാണുമല്ലോ. മഞ്ചേരിയിൽ നിന്ന് ഏഴറിന്റെ ദിൽക്കുസ് ബസ്സിൽ കയറിയിട്ട് ദുബായ്ക്കാരൻ കുഞ്ഞാപ്പുട്ടിയുടെ വീടെന്ന് പറഞ്ഞാൽ മതി. ഓൾ കൃത്യമായിട്ട് ആ പഠിക്കാൻ കൊണ്ടേ ഇറക്കി തരും. എന്നിട്ട് എന്റെ മോളോട് നീ പറയണം, എന്റെ മോള് വിഷമിക്കരുത്, ഇന്ന് ദുബായിലിരുന്ന് പാപ്പൊക്കെ മനസ്സ് കാണുന്നുണ്ടെന്ന് പറയണം. ശരി. പിന്നെ നീ നാട്ടിൽ ചെന്ന മോടിക്ക് എന്റെ കാര്യം മറന്നല്ലേ പായ. ഞാൻ നിക്കാതെ കണ്ടിട്ട് വീഡിയോയിൽ പിടിച്ച മാതിരി വിശേഷങ്ങൾ നീ എന്നോട് അത് പറഞ്ഞു തരണം. ഇന്റെ റബ്ബേ, അല്ലോ ഇതാരാണ് വാപ്പ? പടച്ച തമ്പുരാനെ, ഇപ്പം മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൂ നിങ്ങളെ കാര്യം. ഇതാ ആദ്യം കുറി ചെയ്ത് നിങ്ങളെ പേർക്കാണ് കുടുക്കി. അതിനെങ്ങനെ അങ്ങോട്ട് വന്ന് കാണാനും വേണ്ടി ഇപ്പൊ അതിനോട് സമയം ചോദിച്ചാൽ 100 കൂട്ട് ഒഴിവൊഴിവുകളാണ് എനിക്ക്. നിങ്ങൾ വിലാത്തിയിലാണ്, അമേരിക്കയിലാണ്, മദ്രാസിലാണ്, ബോംബായിലാണെന്നൊക്കെ പറയും മനസ്സിനെ സ്വീപ്പാക്കി കളയുന്നു. അല്ല ഇതാ ഇത് നമ്മളെ ചന്ദ്രനായിരിക്കും. ഇതാനക്ക് പിന്നെ അങ്ങോട്ട് വന്ന് കണ്ട് പ്രത്യേകം ക്ഷണിക്കുന്നുണ്ട് എന്ന് പറയണം മൂപ്പരോട്. അല്ല, നാട്ടുകാർക്ക് കത്തും കൊടുത്ത് ന്യായം പറഞ്ഞ് ഇവിടെ തന്നെ ഇങ്ങനെ ചുറ്റി കളിക്കാനാണ് നിങ്ങളുടെ ഭാവം? എന്താ കുഞ്ഞാപ്പിട്ടിക്ക് പോണില്ലേ പുന്നാര മുകളിൽ നിൽക്കാന്? നിങ്ങൾ എന്ത് തമാശാണ് ഭായി പറയുന്നത്? ഇവിടുത്തെ ഈ സീസൺ മണി വിട്ടിട്ട് ഞാൻ ഇവിടുന്ന് പോവാന്ന് വെച്ചാല് നിങ്ങൾ നടക്കാത്ത കാര്യം പറയല്ലേ? അല്ലെങ്കിൽ തന്നെ നിക്കാ കഴിഞ്ഞ എന്റെ മോക്കും വിയാപ്പിളക്കും വിമാനം കയറി വേണമെങ്കിൽ ഇങ്ങോട്ടും വരാലോ. ഇവിടെ വന്ന് രണ്ടാളും മാപ്പനെ കാണട്ടെ, അതല്ലേ എന്റെ ഒരു ഗമ. അല്ലല്ലോ കള്ള നായിന്റെ മക്കളെ വീഴ്ചക്കാതെ ഒരു ചായ വാങ്ങി വരാൻ തോന്നില്ല ഒരുത്തനും. കള്ള സുവറേ, എന്നോട് വേണ്ട നിങ്ങളുടെ ഈ നാടാൻ കളി. അല്ല നിങ്ങൾ എന്താപ്പാ അങ്ങനെ നിങ്ങൾ ചെല്ലാണ്ട് നടക്കണ്ട. നിങ്ങളുടെ മോടെ നിൽക്കാതെ ഇത് നിങ്ങൾക്കുള്ള ടിക്കറ്റ്. നാളെ വെളുപ്പിന് 3 മണിക്കാണ് കോഴിക്കോട്ടേക്കുള്ള ഫ്ലൈറ്റ്. അതിനുള്ളിൽ ഇവിടെ എന്താ പണിയെന്ന് വെച്ചാൽ തീർത്തോളാം. ഇത് നിങ്ങളുടെ കെട്ടിയോക്കും സെലീനാക്കും അവളുടെ പുതിയാപ്പിളക്കുള്ള ടിക്കറ്റാ. അവരും ഇവിടെ വന്ന് കുറച്ച് ദിവസം നിൽക്കട്ടെ. അല്ല വിസയും താമസത്തിനുള്ള ഏർപ്പാടൊക്കെ ഇവൻ ചെയ്തോളൂ. നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ മാഷെ? എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റൂലാന്നേ. ഇവളെങ്ങനെ ഹലാക്കിന്റെ ഒടുക്കത്തെ പണി എടുക്കുമ്പോ ഇതെല്ലാം കൂടി ഇട്ടെറിഞ്ഞിട്ട്. അല്ലെങ്കിൽ തന്നെ എന്റെ മോളെ നിക്കാതിന് പോവാൻ എനിക്ക് ടിക്കറ്റിന് പണം പറയാഞ്ഞിട്ടാ. എന്റെ പൊന്നു മോനെ, ഈ ഇതിന്റെ കായ് അല്ലാണ്ട് ഉള്ള നേരം കൊണ്ട് പോയി ക്യാൻസൽ ആക്കാൻ നോക്ക്. എടോ കള്ള കുഞ്ഞാപ്പുട്ടി, എവിടെ തന്നെ പാസ്പോർട്ട്? അല്ലാ മൊയ്തീനെ, അസ്ലമേ, എവിടെയൊക്കെ എന്റെ പാസ്പോർട്ട്? കാണാതെ പോയാതൊന്നും നോക്കാൻ പറഞ്ഞ അതിന് മാത്രം സമയം കിട്ടൂല ഇവിടെ ഒരു പെടക്കനും. കുഞ്ഞാപ്പുട്ടിക്കാ ഓ മതി നിർത്ത്. നിങ്ങളുടെ കാണാതെ പോയ പാസ്പോർട്ട്. പാസ്പോർട്ടും പത്താക്കയും അടക്കം പുരയിലുള്ളത് സകലതും വാരി പണയം വെച്ചിട്ട് വേണോ നിങ്ങൾക്ക് സലീനയുടെ നിൽക്കാൻ നടത്താൻ? എത്ര തവണ ഇവന്ന് ചോദിച്ചു പണം എത്രയാ വേണ്ടതെന്ന്? ഓരോരോ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് എത്ര കാലമായി ഭായി നിങ്ങൾ നമ്മളെ സഹായിക്കണം. ഇത്രയും നാളിന്റെ അടുക്ക് ഒരു ഓട്ടക്കാലാണ് അങ്ങോട്ട് അത് കടമിടാൻ എനിക്ക് പറ്റിയിട്ടില്ല. എന്നിട്ട് പിന്നെയും നിങ്ങളുടെ അടുത്ത് ചക്കാത്തിന് വരാന്ന് വെച്ചാല് കുഞ്ഞാപ്പിട്ടിക്ക, കയ്യിൽ പാസ്പോർട്ടും വിസയും കടലാസും ഒന്നും ഇല്ലാണ്ടേ വിശന്ന് വലഞ്ഞ് ആദ്യമായി ഞാൻ ഈ പോർട്ടിൽ വന്ന് തളർന്നു വീണപ്പോ താങ്ങി പിടിച്ചിട്ട് നിങ്ങൾ വാങ്ങിച്ചു തന്ന ഒരൊറ്റ സുലൈമാനി ഉണ്ടല്ലോ, അത് മതി. എത്രയൊക്കെ ഞാൻ അങ്ങോട്ട് വാരിക്കോരി തന്നാലും തീരില്ല നിങ്ങളുടെ കടം. നാട്ടിലെ ബാങ്കിലേക്കുള്ള ചെക്ക ചെലവിന് എത്രയാ വേണ്ടെന്ന് വെച്ചാൽ എഴുതി എടുത്തോളാം. സലീനയ്ക്കുള്ള പൊന്നും ഉരുപ്പടികളൊക്കെ ആയിട്ട് എയർപോർട്ടിൽ ഇവൻ വരും നിങ്ങളെ യാത്രയാക്കാൻ. എന്തായത് പിന്നെ?
ഓ മജീദേ ഇവിടെ വാടാ. എന്താ ചായ? ആരാടാ ഈ മൻസൂർ? ഹലാക്കായല്ലോ പഠിച്ചോനെ. അതെ, നിങ്ങളോട് ചെറിയ കാര്യങ്ങളൊന്നും വന്ന് പറയരുതെന്ന് പറഞ്ഞാണ് ഞാൻ ഇവനോട് ആ ചന്ദ്രനായരോടും. നിങ്ങളോട് കളി പഠിക്കാൻ തിരക്കാനായിട്ടില്ല മൻസൂർ. ഓ മഹാബടക്ക് കളി തമാശക്കാരൻ. എന്റെ പണിക്കാരന്റെ കൈയും കാലം തല്ലി ഓടിക്കുന്നത് കളിതമാസവന്. നിങ്ങളെ വിട്ടാലിന് ഇത് ഓന്റെ നാവ് തൊള്ളേ കിടക്കാൻ കിട്ടിയതാ. അടി മുഖം എടുത്തോടെ നിങ്ങൾക്കും കിട്ടിയില്ല കുഞ്ഞാപ്പിട്ടിക്ക. എന്നിട്ട് നാണം കെട്ടും. അറിയാമല്ലോ എല്ലാവർക്കും, വെറും കൈയോടെ ഹമരിയ പോർട്ടി വന്ന് പെട്ടവനാ രവി. ഈ കടവിൽ പലചരക്കും പച്ചക്കറിയും തോളെ ചുമന്ന് ഇവിടെ നിന്ന് ആ കച്ചവടത്തിൽ രവിയുടെ തുടക്കം. അത് മറക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാ ഇന്നും ഈ പോർട്ടിലെ കച്ചവടം രവി ഇങ്ങനെ കൈയടക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ഞാനിത് വിട്ടുതരാം. വെറുതെ നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും കച്ചവടത്തിൽ എന്നോട് പങ്കുചേരാം, മത്സരിക്കാം. പക്ഷെ ഇന്നലെ വന്നിറങ്ങിയ ഒരുത്തൻ ഇവിടുത്തെ ലാഭത്തിന്റെ 50% മുതൽ മുടക്കൊന്നുമില്ലാതെ പങ്ക് വേണമെന്ന് ദാദാപ്പീസ് ചോദിച്ചാൽ അതൊരല്പം ബുദ്ധിമുട്ടാ രവിക്ക്. ഒരു ലേശം. ഇന്ന് രാവിലെ തീരുമാനം അറിയിച്ചില്ലെങ്കിൽ അവനെന്തോ ചെയ്തു കളയുന്നല്ലേ ഭീഷണി. ഞാനിവിടെ വന്നു പോയെന്ന് പറയണം അവനോട്. ഇനി എവിടെ ഉണ്ടാവുമെന്നു കേട്ടല്ലോ എല്ലാരും. പോട്ടടാ, പോട്ടെ കുഞ്ഞാടിക്ക. അതെ, ഓർമ്മ വേണം എന്റെ കാര്യം. ശരി, പെട്ടേക്ക്. അല്ല രക്ഷപ്പെട്ട്. കുഞ്ഞാപ്പിട്ടിക്കാ, ദേ ഓൻ വരുന്നുണ്ട്. മജീദിനെ തച്ച മൻസൂർ. ഈ ഒറ്റൊരുത്തനാണ് ഇതിനൊക്കെ. आ गया साला मेजर साहब। मैं जानता था कि तू जरूर इधर आएगा। बड़ा हिम्मत वाला है ना तू। बोलिए मेजर साहब, എന്ത് തീരുമാനിച്ചു? भाई साहब, आप मेरा बात सुनो. अबे हट जा कुत्ते। छोड़ो, इसको सिखाने के लिए सिर्फ मैं अकेला काफी हूं। साले You? Yes, sir. No.
സാറേ മൻസൂർ, കച്ചവടത്തിൽ കൊള്ളപ്പങ്ക് പിടിച്ചു പറിക്കാൻ നിന്നെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചവൻ ആരായിരുന്നാലും ശരി, അവനോട് ചെന്ന് പറഞ്ഞേക്ക്, ദാ ഈ കോട്ടും സൂട്ടും ഇട്ടുപോയെന്നേ ഉള്ളൂ, തണ്ടല്ലൂരി കഴുത്തിൽ ടൈ കെട്ടിയിട്ടില്ല രവി. സംശാ अबे मलबारी, अगर तुझे मालूम पड़ेगा ना कि मुझे किसने यहाँ भेजा है तो खड़े खड़े तेरा पेशाब निकल जाएगा बे। ഒന്ന് മതിയാക്കി. നമ്മളെ നാട്ടിലെ പോലീസ് അല്ല ദുബായില്. നിങ്ങൾ എത്ര വലിയ ആളുകൾ തെറ്റുകുറ്റം ചെയ്ത ശിക്ഷ ഉറപ്പാ അവിടെ വിട്ട് കളയുന്നു. रवि ये क्या हो रहा है? ദുബായിൽ വന്നിറങ്ങിയിട്ട് മൻസൂറിന്റെ മൊബൈലിലേക്ക് 2 തവണ ഇവിടെ ഫോൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ നിന്ന്. അഞ്ജലി ഭക്തിയാറിന് വിലക്ക് വാങ്ങിക്കാനുള്ള പടക്കൊന്നും ഇവനില്ല. ഹീസ് ഓൺലി ലോക്കൽ കോൺടാക്ട്. Hey, what is this? What are you talking about? പിന്നെ ഒന്ന് കെട്ടിച്ചു കൊടുത്താലോ എന്ന് ആലോചിക്കാം ഈ പന്നിക്ക്. യൂസഫ്, നീ ചന്ദൻ ബാപ്പയെ വിളിച്ചിട്ട് ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നുകൂടെ ഒന്ന് കിളച്ചു നോക്കാൻ പറയണം. ഗിവ് ഹിം 24 hours. ദാ വിവരങ്ങൾ എത്തുന്നവരെ ഇവിടെ നിന്റെ പിടിയിൽ തന്നെ ഉണ്ടാവണം, സേഫ് ആയിട്ട്.